പാലിയം പുതിയ തൃക്കോവ് ക്ഷേത്രം, പാലിയം നട. ഇത് പാലിയം റോഡ്. പാലിയത്തച്ഛന്മാർ കൊച്ചി രാജാക്കന്മാരുടെ ദളവമാരായിരുന്നു. പാലിയത്തച്ഛനും വേലുത്തമ്പി ദളവയും കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയിട്ടുണ്ട്. സർക്കാർ മുദ്ര പതിപ്പിച്ച ഒരു ആർച്ചൊക്കെ ഇവിടെ കാണാം. പാലിയം നാലുകെട്ട് ലൈഫ് സ്റ്റൈൽ മ്യൂസിയം. പാലിയം കൊട്ടാരത്തിൻ്റെ കിഴക്ക് വശത്തു കൂടിയാണ് എൻട്രി. അപ്പോൾ ഇത് അകത്തേക്ക് കയറുന്ന ആ കിഴക്ക് വശം. ഇവിടെ നിന്ന് കയറി അകമെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം വടക്ക് ഭാഗത്തൂടെയാണ് പുറത്തേക്ക് ഇറങ്ങുക. അത് പണ്ടത്തെ ഒരു രീതിയാണ്. ഇത് മ്യൂസിയമായിട്ട് സർക്കാരിന് വേണ്ടി അവരിപ്പോൾ നൽകിയിരിക്കുകയാണ്. നിലവിൽ ഇപ്പോഴും അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുള്ളത് തന്നെയാണ് ഈ സ്ഥലം. കുടുംബ അംഗങ്ങളായ പുരുഷന്മാർ, 15 വയസ്സിന് മേലുള്ളവരെല്ലാവരും പുരുഷന്മാർ താമസിച്ചിരുന്നത് ഇതിന് ചുറ്റുമായിരുന്നു. ഇപ്പോൾ ഇവിടെ ഈ കൊട്ടാരത്തിൽ ഈ കൂട്ടുകുടുംബ വ്യവസ്ഥയിലുള്ള ഈ പാലിയം വീടിന് താമസിക്കാൻ അർഹതയുണ്ടായിരുന്നത് കുട്ടികൾക്കും സ്ത്രീകൾക്കുമാണ്. നാലുകെട്ടിലെ കിണർ നമുക്കിവിടെ കാണാം. ദേ അകത്ത് നിന്ന് വെള്ളം കോരിയെടുക്കാൻ കഴിയുന്ന തരത്തിൽ കിണർ. ആ പഴയ പലക കൊണ്ടുള്ള കപ്പി. കൂട്ടുകുടുംബ വ്യവസ്ഥിതിയായിരുന്ന ആ കാലഘട്ടത്തിൽ ഇതിൻ്റെ ചുറ്റുവട്ടത്തും, ഈ നാലുകെട്ടിൻ്റെ ചുറ്റുവട്ടത്തുമായിരുന്നു ഈ വീട്ടിലുള്ള ആളുകൾ താമസിച്ചിരുന്നത്. നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അവർ താമസിച്ചിരുന്നതായിട്ടുള്ള 84 മുറികളുള്ള ഒരു ഫ്ലാറ്റ് എന്ന് പറയാം. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ഫ്ലാറ്റ് അല്ലേ? ഇത്രയും മുറികളുള്ള ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ഫ്ലാറ്റ്. അപ്പോൾ അവർ താമസിച്ചിരുന്നതാണ്. ഇന്നിപ്പോൾ പാലിയം കൊട്ടാരത്തിലെ 4 കുടുംബങ്ങൾക്കായിട്ട് വീതിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇതിൽ ഭാഗവത്രം ചെയ്യപ്പെട്ടു. പാലിയം നാലുകെട്ടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. അപ്പോൾ ഇവിടെ പാലിയം വീടിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നത് അവരുടെ ശ്മശാനമാണ്. അപ്പോൾ കുടുംബത്തിൽ മരണപ്പെടുന്നവർക്ക് ഇപ്പോഴും ഇവിടെ കൊണ്ടുവന്ന് നടക്കാനുള്ള അധികാരം അവർക്കുണ്ട്. അപ്പോൾ ഇതെല്ലാം നിലനിർത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് അവരുടെ ശ്മശാനം. അപ്പോൾ ഇവിടെ ആളുകൾ അടക്കം ചെയ്യപ്പെടും. ഇപ്പോഴും കൊണ്ടുവന്ന് അവർക്ക് അടക്കം ചെയ്യാനുള്ള അധികാരമുണ്ട്. പിതൃസ്മൃതി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓരോരുത്തരെ അടക്കം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓരോ മാവ് വയ്ക്കുകയോ വാഴ വയ്ക്കുകയോ ആണ് അവർ ചെയ്തിരുന്നത്. ഇപ്പോൾ പലരും കൊണ്ടുവരാറില്ല മൃതദേഹങ്ങൾ. ആ വീട് പിന്നെ ആൾ താമസമുള്ള വീടാണ്. അപ്പോൾ അവിടെ ഒരു വല്യപ്പൻ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ 4 ചുറ്റും പാലിയം കുടുംബത്തിൻ്റെ വകയാണ്. അപ്പോൾ ഇതവരുടെ ഈ പൊതുവഴിയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോഴും പാലിയം കുടുംബത്തിൻ്റെ വകയായിട്ട് ഇവിടെ ആളുകൾ താമസമുണ്ട് ചുറ്റുപാടും. ഇപ്പോൾ ഭംഗിയുള്ളൊരു സ്ഥലം കാണാം. നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. ഇത് പാലിയം ഊട്ടുപുരയാണ്. പാലിയം ഊട്ടുപുര. ഇതിവിടുത്തെ അമ്പലം. ശിവൻ്റെ അമ്പലമല്ലേ? ശിവൻ്റെ അമ്പലം. ഇത് നടുമുറ്റം. ഇത് അവിടെ ഒരു ആല് കാണാം. ഇങ്ങോട്ട് നോക്കടാ. നമ്മൾ നേരത്തെ പോയത് നാലുകെട്ടിലാണ്. പാലിയം കോവിലകം നമ്മളിനി കാണാൻ പോകുന്നതാണ്. പാലിയത്തച്ഛനും വേലുത്തമ്പി ദളവയും ഒരുമിച്ച് ചേർന്ന് മെക്കാളെ പ്രഭുവിനെതിരെ യുദ്ധം നടത്തിയിട്ടുണ്ട്. പാലിയം കോവിലകത്തിൻ്റെ എൻട്രിയാണ് ഇവിടെ. കയറുമ്പോൾ തന്നെ നമ്മളെ വരവേൽക്കാനായിട്ടൊരു ആന നിൽപ്പുണ്ട്.
അവസാനതേ